നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഭക്ഷണം പാകം ചെയ്യാനും പൊതിയാനും കേടുകൂടാതെ സൂക്ഷിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നത്. ഇത് ചൂടിനെ പ്രതിരോധിക്കുന്നു, അതായത് ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്, ഈർപ്പം തടയുന്നു, മോയ്സ്ചർ ബാരിയർ ആണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു, അതായത് നോൺ സ്റ്റിക്ക് ആണ്. അപ്പം ഇത് കൂടാതെ ഗ്രില്ലിങ്ങിനും ബേക്കിങ്ങിനും ഫുഡ് സ്റ്റോറേജിനും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ പേപ്പറിന് ആരോഗ്യപരമായ അനേകം ഗുണങ്ങളുണ്ട്. ഇതുകൊണ്ട് പല അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ പാദത്തിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ചുറ്റുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അലുമിനിയം ഫോയിൽ പേപ്പർ ഇതുപോലെ പാദത്തിൽ പൊതിയുന്നത് കൊണ്ട് കോൾഡിനുള്ള നല്ല ഒരു പരിഹാര മാർഗമാണ്. അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന ഉള്ളവരും ഇതുപോലെ ഫോയിൽ പേപ്പർ പാദത്തിൽ ചുറ്റി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇത് ചൈനീസ് ചികിത്സാ രീതിയാണ്. ഇനി മഴ പെയ്ത് തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ മിക്ക വീട്ടമ്മമാർക്കും ഉള്ളതാണ് ഇതുപോലെ കൈകൾക്കൊക്കെ വേദന. ഈ ജോയിൻറ്റ് പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് കയ്യിൽ ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും വേദനയ്ക്ക് നല്ലൊരു ശമനം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ അധികം പഴുക്കാത്ത പഴമൊക്കെ പിറ്റേ ദിവസത്തേന് നല്ല പാകത്തിന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒരു സൂത്രമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇതുപോലെ ചെറിയൊരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പഴത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല പോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നോക്കുമ്പം പഴം നല്ലതുപോലെ പഴുത്തിട്ടുണ്ടാകും. അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. ഇനിയുമുണ്ട് അനേകം ഫോയിൽ പേപ്പറിൻ്റെ ഉപയോഗങ്ങൾ. അപ്പം അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഇതിനകത്ത് 6-7 ചെമ്പരത്തിപ്പൂ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ചെമ്പരത്തി പൂ വെച്ചിട്ട് നല്ല കിടിലൻ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ, നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട്. വേറൊന്നുമല്ല, നല്ലൊരു രസമാണ്. അപ്പം ഈ ഒരു രസം നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. വെറുതെ എന്തുമാത്രം പൂവാണ് ചെമ്പരത്തിയിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ വീട്ടുമുറ്റത്തുള്ള ഈ ചെമ്പരത്തിയിൽ നിന്നും നമുക്ക് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറല്ലേ. അപ്പോൾ ഇതേണ്ട ഞാൻ ഒരു പിടി ചെമ്പരത്തി പൂ എടുത്തു. എന്നിട്ടത് അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ആ ഒരു മുകൾ ഭാഗവും ഈ താഴത്തെ ആ ഒരു ഞെട്ടുഭാഗം ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വല്ല പ്രാണികളോ പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയെടുത്ത ചെമ്പരത്തി പൂവും അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, പുളി, അങ്ങനെ നമ്മൾ രസത്തിന് സാധാരണ എന്തൊക്കെയാണോ ചേരുവകൾ എടുക്കാറുള്ളത് അതെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തി പൂവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് വഴന്നു കഴിയുമ്പം നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് രസമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം നീണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇനി ഇതൊന്ന് തിളയ്ക്കണം.
അപ്പം നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ രസം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നമ്മുടെ വയറിനൊക്കെ നല്ലൊരു ഇതാണ്. ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കറിയായിട്ടും ഒക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എന്തോരം ചെമ്പരത്തിപ്പൂവാണ് വെറുതെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ ആ പാഴാക്കി കളയാതെ കണ്ട് ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇനി അടുത്ത ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വൻപയറിലേക്ക് ഞാൻ 1 രൂപയുടെ ഒരു നാണയവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് 1 രൂപയുടെ കോയിന് ഈ വൻപയറിൽ ഇട്ടതെന്ന്. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പം ദാണ്ട ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്കറിയാമല്ലോ ഈ പയറ് പരിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഒരുപാട് കല്ലും പതിരും അതുപോലുള്ള വേസ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വേണം നമ്മൾ വൃത്തിയാക്കി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അരിച്ചെടുക്കാനായിട്ട് ഇന്നത്തെ തലമുറ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഈ കല്ലൊക്കെ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ വലിയ പാടായിരിക്കും. കാരണം അവർക്ക് ചിലപ്പോൾ അരിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ചുറ്റിക്കും. ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ ലാസ്റ്റ് വരുന്ന ഒരു കുറച്ച് പയറുപണികളുണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴിച്ച് ഇതുപോലെയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ ആയിരിക്കുമെന്ന് തോന്നുന്നു അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ കുറേ ഓരോ തവണയും നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പം തന്നെ ആ കുറേയെല്ലാം പയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ കോയിൻ ഇട്ടതിൻ്റെ ഉപയോഗം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കോയിന് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ കല്ലുകൾ ഈ കോയിൻ്റെ അടിയിലായിട്ട് കിടക്കും. അപ്പോൾ ലാസ്റ്റ് ഭാഗം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ ഒരു പയറുമണി പോലും നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുമ്പം ആ ലാസ്റ്റ് ഭാഗത്ത് ഇതുണ്ടോ കോയിൻ്റെ അടിയിലായിട്ടിട്ട് ഈ പയറിനകത്ത് ഉണ്ടായിരുന്ന ആ കല്ലുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത്രയും കല്ല് ഇതിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കോയിൻ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് ഒറ്റ കല്ല് പോലും മിസ്സാവാതെ കൊണ്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അരിച്ചെടുക്കുമ്പം കല്ലുകളൊന്നും കിട്ടാതിരിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കാൻ ശരിക്കും അറിയാൻ വയ്യാത്തവർ ഇതുപോലൊരു കോയിന് ഇട്ട് കൊടുത്തതിന് ശേഷം അരിയോ പയറോ പരിപ്പോ ഒക്കെ ഇങ്ങനെ അരിച്ച് കല്ല് വേർതിരിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഇത്രയും കല്ല് നമുക്ക് ഇപ്പോൾ ഈ ഒരു പയറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇത് അറിയാത്തവർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. ഒരു പാൻ ദേണ്ട ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില ഊരി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ഈ ചൂടായ പാനിലേക്ക് കറിവേപ്പിലയെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പിടി കറിവേപ്പില മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. കരിഞ്ഞൊന്നും പിടിക്കില്ലേ. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരുമാതിരി ഒന്നായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറാനായിട്ട് നിൽക്കില്ല. നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നല്ലതുപോലെ ായിട്ട് മുടി സമൃദ്ധിയായിട്ട് വളരാനായിട്ടുള്ള നല്ലൊരു ഹെയർ പായ്ക്കാണ്. അതായത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പം പാടത്ത് പുല്ല് ആർത്ത് കയറത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് മുടി ആർത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ പായ്ക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഷണ്ടിയൊക്കെ മാറി മൊട്ടത്തലയിൽ പോലും മുടി സമൃദ്ധിയായിട്ട് വളരും ഈ ഒരു പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. നമ്മളെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടെടുക്കാവേ. ഇത് രണ്ടും നമ്മളിങ്ങനെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഫേസ് പാക്കായിട്ടും ഹെയർ പാക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി ഇത് ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പൗഡറിൽ നിന്നും 2 സ്പൂൺ പൗഡർ ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇന്ദുഗാന്ധിയുടെ നെല്ലിക്കാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് സാധാ വെള്ളത്തിൽ ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ ഉടച്ച് എടുക്കാം.
ഇത് നമ്മുടെ മുടി ഇഴകളിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ മുടി ഇങ്ങനെ വിടർത്തിയതിന് ശേഷം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പൂർണ്ണമായിട്ടും തന്നെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പം ഷാമ്പു ഒന്നും ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചാൽ മതി. നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും. നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആകും. ഇതിപ്പോൾ ഞാൻ മുടി കഴുകി ഉണക്കിയതാണ്. ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമ്മുടെ മുടി ഇഴകളിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലപോലെ ഒരു തിളക്കവും ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുടി സമൃദ്ധിയായിട്ട് വളരാൻ ഈ ഒരൊറ്റ പാക്ക് മാത്രം മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.